ഇന്നത്തെ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് രാവിലെ എണീച്ച് വരുമ്പോഴുള്ള അവസ്ഥയല്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അത് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ബാക്കിയാണ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽക്കേ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ ചെയ്യാനെന്നല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മടിയായത് കാരണം പാക്കറ്റ് ഇരിക്കുന്നുണ്ടല്ലേ, നൂഡിൽസ് ആയിരുന്നു, തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഒരാഴ്ചക്കുള്ളിൽ ഒരു സാധനം ഒരോടത്തിരിക്കുന്നത് എനിക്ക് കണ്ടുകൂടാ കേട്ടോ. അത് ഞാനിങ്ങനെ തലങ്ങും വരങ്ങും മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്തും ഓരോരോ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് വരും കേട്ടോ. ഇത് ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആലോചിച്ചിങ്ങാണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും വീട്ടിലത്തെ ഓരോ സാധനങ്ങളും. പ്രത്യേകിച്ച് കിച്ചണ്, അതുപോലെ തന്നെ അലമാര, ഇതൊക്കെ തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഇങ്ങനെ വെച്ചുകൊണ്ടും അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇര എന്ന് പറയുന്നത് ഈ സിങ്കിൻ്റെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മളുടെ കിച്ചണിൽ ഓരോന്നിനും ഓരോ കൗണ്ടർ ടോപ്പ് ഉണ്ട് കേട്ടോ. സിങ്കിനൊന്ന്, അതുപോലെ തന്നെ ഗ്യാസിനൊന്ന്, പിന്നെ ഒന്നിലും പെടാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വല്ല പത്തിരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ടൊന്ന് അങ്ങനെ ആയിട്ട് ഇഷ്ടം പോലെ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്ലാന്റ്സ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. 100 സംതിങ്ങിന് 8 പ്ലാന്റ്സാണ് ഇതിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. കുഞ്ഞു പ്ലാന്റ്സാണ് കേട്ടോ. ആ വൈറ്റ് പോട്ടിൽ ഒന്നുമില്ല കനത്തിന്. ഒന്നാണ് കാറ്റടിച്ച് ചിലപ്പോൾ അത് പാറുമായിരിക്കും, പക്ഷെ എന്നാൽ കൂടെ നല്ല രസമാണ് കേട്ടോ. കുറച്ച് കല്ലോ മണ്ണൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. ആ ഫ്ലവർ അതിന് പോരൂല കേട്ടോ. അത് അതിൽ ഒരു ഓട്ടുണ്ട്, അതിൽ കുത്തി നിറച്ച് നിർത്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഏരിയ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പ്ലെയിനായിട്ട് കടന്ന പോലെ. എപ്പോഴും കിച്ചൺ ആണെങ്കിൽ എന്താണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും പലരും കാണാൻ എല്ലാം കൂടെ കൗണ്ടർ ടോപ്പിൽ കൊടുങ്ങാണ്ട് വെക്കുന്ന ഒരവസ്ഥ. നമുക്ക് കബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിനോട് തീരെ താല്പര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്നുകൂടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കൗണ്ടർ ടോപ്പിനോടാണ്. അപ്പോൾ ആ ഒരു സിങ്കിൻ്റെ ഏരിയ ഒന്ന് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ തീരെ യൂസ് ആക്കാത്തതാണ് കേട്ടോ. അടുപ്പ് നമ്മൾ കത്തിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്ലേറ്റിൻ്റെ സ്റ്റാൻഡും ഗ്ലാസ് വെക്കുന്ന ആ ഒരു കൊട്ടയും അതുപോലെ ഇടിക്കലും എല്ലാം കൂടെ ഞാൻ ആ ഒരു മൂലക്കൽക്ക് അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേസ്റ്റാണ് കേട്ടോ ഈ ഇട്ട് വെക്കുന്നത്. നമ്മൾ വേസ്റ്റ് ബക്കറ്റാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ നിറയുമ്പോഴേ ഞാൻ കൊട്ടിക്കളയുമായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു അരോചകം തോന്നും കേട്ടോ. കിച്ചണിൽ വന്ന് ഈ വേസ്റ്റ് ബക്കറ്റിൽ ഇങ്ങനെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അന്നന്ന് കൊട്ടണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ മറന്നു പോകും. ഇതാവുമ്പോൾ ചെറിയ പാത്രമല്ലേ, അതുകൊണ്ട് ഒരു ദിവസത്തെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും അതങ്ങ് നിറഞ്ഞോളും. അപ്പോൾ ഞാൻ ആ പാത്രം എന്ത് ചെയ്യും, ഉച്ചക്കത്തെ കുക്കിംഗ് കഴിയുമ്പോഴേക്കിനും ആ പാത്രത്തിൽ തെങ്ങ് കൊട്ടിക്കളയും. അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി കിച്ചണിൽ വേസ്റ്റ് ഇരിക്കൂല കേട്ടോ. എന്നും കളയണമെന്ന് വിചാരിക്കും വേസ്റ്റ് ബക്കറ്റ് വെച്ചിരുന്ന സമയത്ത്, പക്ഷെ അത് അതിൽ കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചുകൂടി ആവട്ടെ, ആ ഒരു മൈൻഡ് വരും കേട്ടോ. അപ്പോൾ ഞാനായിട്ടത് കളഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു നാഴി അരിയുണ്ട്, നമുക്ക് ഉച്ചക്കൽക്ക് അത് മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് നെയ്ച്ചോറ് കുക്കറിൽ തന്നെ അങ്ങ് ഉണ്ടാക്കുക. അത് വെന്തതിന് ശേഷം ആ ഒരു കുക്കറിൽ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുക്കറ് ഇന്നിവിടെ പരക്കുള്ളൂ, കഴുകാനുണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുക്കിങ് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചിക്കനുള്ള ദിവസങ്ങളിൽ ഭയങ്കര ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ. കാരണം അത് വെച്ച ഒരു കറിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, ഇനിയിപ്പോൾ ഒരു കുക്കർ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറി, ഒരു ഉപ്പേരി, അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒരു പപ്പടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പം വേണ്ടേ. ഇതിപ്പോൾ ആ ഒരു പണിയൊന്നുമില്ല. ഒരു ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിക്കൻ കൊണ്ടൊന്നല്ല കേട്ടോ ഡെയിലി കറി വെക്കുക. കുറച്ച് ഒരു ചിക്കൻ വാങ്ങിച്ചാൽ തന്നെ നമ്മളൊരു 3-4 ദിവസം കറി വെക്കും. കാരണം ഇവിടെ ഇപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് തന്നെ കഴിക്കുള്ളൂ കേട്ടോ. ഒന്നാകെ അങ്ങോട്ട് കഴിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എടുത്തുങ്ങാണ്ട് അങ്ങനെ അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി നല്ലൊരു കറിയാക്കിങ്ങാണ്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ കുക്കർ അവിടെ
വിസിലടിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒറ്റ വിസിൽ മതി. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കുക കേട്ടോ. ചിക്കന് എടുത്ത് അതിൽ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് എന്ത് ചെയ്തു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കനൊന്ന് ഐസ് വിടുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് പുല്ല് വന്നെങ്ങാണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക പടർന്ന് പോകുന്ന ഒരു പുല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ ഭയങ്കരമായിട്ട്. അത് ആ മുറ്റത്തേക്ക് അടക്കം കണ്ടില്ല, മുറ്റത്ത് കൂടി വരെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക പന്തലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കൈവച്ചൊക്കെ ഇങ്ങനെ പറിച്ചു നോക്കി, പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പറയുക ഉറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ പിന്നെ മടാളൊക്കെ എടുത്തു കൊടുങ്ങാണ്ട്, മടാളാണെന്നുണ്ടെങ്കിൽ തീരെ മുറിച്ചല്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചതിന് ശേഷം പിന്നെ അത് ഇതുവരെ ഇതാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക കടയിൽ കൊണ്ട് കൊടുത്തുങ്ങാണ്ട് അത് ശരിയാക്കി എടുക്കുമല്ലോ, നമ്മളിവിടെ ഊട്ടിച്ചെടുക്കുക എന്ന് പറയും കേട്ടോ, അത് ചെയ്തിട്ടില്ല. അങ്ങനെ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് കൊത്തിപ്പറിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അതാ ഈ ഒരു സൈഡിൽ കുറച്ച് പുല്ലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് പറിച്ചെടുത്തു. ഒരുപാട് പുല്ലുകൾ മുറ്റത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസം എന്നെ കൊണ്ട് കഴിയൂല. കുറേ നേരം എനിക്ക് കുമ്പിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലചുറ്റൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറ്. ഒരു ദിവസം ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും തോന്നുന്ന ടൈമിൽ ഒരു ഭാഗത്ത് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഓരോ ദിവസം ചെയ്തെടുക്കാറ് കേട്ടോ. മതിൽ വരെ വെറുതെ വിട്ടിട്ടില്ല പറയില്ല, അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ പുല്ല് വരുമ്പോൾ വല്ല പാമ്പോ മറ്റോ വരുമോ എന്നുള്ളത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ മാന്തി ചൊറിഞ്ഞ് നടക്കണം, വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മളിവിടെ തുഗ്ഗ എന്നാണ് പറയുക കേട്ടോ. നമ്മൾ തൂവ എന്ന് പറയുന്നവരുണ്ടാവും, നമ്മൾ തുഗ്ഗ എന്നാണ് പറയുക. അങ്ങനെ ഒരു ചെടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇവിടെ ഉള്ള ഈ പൊന്തി കൂടി ഉള്ളൊരു സാധനമാണ് കേട്ടോ ആ തുഗ്ഗ ചെടി. അപ്പോൾ അത് പറിച്ചെടുക്കുന്നതുകൊണ്ട് കയ്യുമ്മ കൂടിയൊക്കെ ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടിയില്ല, അത് അവിടെ നിന്ന് പോന്നിട്ടാണെങ്കിൽ പോന്നിട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ അതാ ഒക്കെ കയ്യിനെങ്ങാണ്ട് ഞാൻ അടിച്ചു വാരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരി എടുക്കുമ്പോഴും അതിൻ്റെ നിലത്തുള്ളത് മുഴുവനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല, നല്ലപോലെ വേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിതാ വീണ്ടും അവിടെ ഇരുന്നങ്ങാണ്ട് ചൂലും കഞ്ചി പൊടിച്ചിങ്ങാണ്ട് ഇരുന്നങ്ങാണ്ട് അതൊക്കെ കൈവച്ചിട്ട് തന്നെ പിന്നെയും പറിച്ചെടുക്കുന്നുണ്ട്. കാരണം അത് മണ്ണിലായതുകൊണ്ട് നമ്മൾക്ക് മടാളുകൊണ്ട്, നമ്മൾ മടാൾ എന്നാണ് പറയുക കേട്ടോ, മടാളുകൊണ്ട് ഇങ്ങനെ കൊത്തി വലിച്ചെടുക്കൽ കഴിയൂല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് അടിച്ചുവരി കൊടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഉള്ളത് വീണ്ടും കൈ കൊണ്ട് എന്ത് ചെയ്യും പറിച്ചിങ്ങാണ്ട് എടുക്കും ഇതാക്കും ചെയ്യും. അതിൻ്റെ ഇടയിൽ പിന്നെയും മാന്തി ചൊറിയും ചെയ്യും കേട്ടോ, നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഭാഗം മൊത്തം അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു വൃത്തി എന്ന് പറയാനുണ്ടാവില്ല കേട്ടോ, കാരണം നിറച്ച് കല്ലും മുട്ടിയും ആയിട്ട് മുറ്റൊരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കുക കേട്ടോ. കല്ല് നല്ലോണം ഉണ്ട് നമ്മളുടെ മുറ്റത്ത്, മണ്ണിട്ട് പൊതിക്കിയ മുറ്റായതുകൊണ്ട് എപ്പോഴും കല്ലിങ്ങനെ അടിച്ചു വരുന്നതിനനുസരിച്ച് കല്ലിങ്ങനെ മേലോട്ട് പൊന്തിങ്ങോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ ഐസ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെച്ചത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വിസിലടിച്ചപ്പോൾ വന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ക ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക പാത്രങ്ങളിൽ നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ വെക്കുന്നതിന് പകരം കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ടും എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ പണി അയച്ചാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഒരടിക്ക് പിടിക്കുക അല്ലെങ്കിൽ ഒരു വേവ് കുറവോ കൂടുതലോ ഒന്നുമില്ല, കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നെയ്ച്ചോറാണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത്ര ചോറുകൊണ്ട് എങ്ങനെ നിങ്ങൾ കഴിക്കുക എന്ന് വിചാരിക്കരുത്. ഞാൻ ഒറ്റക്കാണ് വലുതുള്ളത്, ഇവായും അയാനക്കുട്ടിയും ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇവ പിന്നെയും കുറച്ച് കഴിച്ചാലും അയാനക്കുട്ടി ഒരു 3-4 വായ അത്രേ ഓള് കഴിക്കുള്ളൂ കേട്ടോ. ഒരു ഉരുള 3-4 ഉരുള അത്രേ ഓള് കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ അത് മാറ്റിയതിന് ശേഷം ആ കുക്കറൊന്ന് ചുഴച്ചെടുത്തുങ്ങാണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കിഴങ്ങും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിഴങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഉള്ളി വഴറ്റി കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്ത് അതൊക്കെ വഴണ്ട് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മളുടെ പൊടികൾ ഇട്ട് കൊടുത്തുങ്ങാണ്ട് എന്താ പറയുക നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ ഇട്ട് കൊടുത്തുങ്ങാണ്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുക്കർ അടിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. അത്ര തന്നെ ചെയ്യാറ്. പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കും വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കണം എന്ന്. പക്ഷേ തട്ടിക്കൂടി വന്നിങ്ങാണ്ട് ഞാൻ എൻ്റെ എപ്പോഴും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറിക്ക് എത്തുള്ളൂ. എപ്പോഴും വിചാരിക്കും ചിക്കൻ കൊണ്ട് എന്തോരം റെസിപ്പീസാണ് ഇപ്പോൾ കിട്ടുന്നത്, നെയ്ച്ചോറിലേക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ. പക്ഷേ എന്തോ ആ ഒരു വെക്കേണ്ട ടൈം ആകുമ്പോഴേക്കും ഞാൻ ഈ ഒരു കറി മാത്രമേ വെക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി
ചിക്കൻ ഇട്ട് കൊടുക്കണതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നിട്ട്. അപ്പോൾ വെള്ളം പിന്നെ തിളച്ച് വരാൻ വെയിറ്റ് ചെയ്ത് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, ചിക്കനും ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുങ്ങാണ്ട് കുക്കർ അടച്ചു കൊടുത്ത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നിരിക്കുന്നതിനനുസരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകിതായി വരും കേട്ടോ. ഇനിയിപ്പോൾ അതാ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയെന്ന്, അതും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ തൈരൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അവർക്ക് എന്തായാലും വേണ്ട, എനിക്കായിട്ട് ഞാനോട്ട് ഉണ്ടാക്കിയതുമില്ല. പപ്പടം ഉണ്ടല്ലോ, പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മക്കൾക്ക് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ പണികളുണ്ട്. അലക്കാൻ ഉള്ളത് എന്താ പറയുക, കുറച്ച് മെഷീനിലിടാനും അതുപോലെ കല്ലിൽ കുറച്ച് അലക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ. കല്ലിൽ ഈ ചളി ഉള്ളതും അതുപോലെ തുടപ്പുകൾ, നമ്മുടെ ഇതുണ്ടല്ലോ ചവിട്ടി, അങ്ങനെയുള്ളതോടൊക്കെ ഞാൻ കല്ലിൽ വെച്ച് തിരുമ്പോൾ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ചളിയൊന്നുമില്ല, വലിയ ചളിയൊന്നും ഇല്ലാത്ത മെഷീനിൽ തിരുമ്പും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതാ ഒരിക്കൽ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തെങ്ങാണ്ട് അവിടെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിടക്കുന്ന ടൈമിൽ എൻ്റെ കാക്കു പറയാണ്ട് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കിടക്കുന്ന സമയത്ത് അടുക്കളയുടെ വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉച്ച ടൈമിൽ. അപ്പോൾ എന്ത് ചെയ്തിക്കണു, മക്കൾ രണ്ടാളും ഇരുന്ന് ടി വി ആണ്. അവർ ബാക്കിൽ പോയി വന്നിങ്ങാണ്ട് എന്ത് ചെയ്തിക്കണു, കണ്ണ് പൊത്തിയപ്പോഴാണ് ഓര് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് കാക്കുവിനെ കണ്ണ് കേട്ടോ. അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്താ പറയുക, പിന്നെ ഇവർ ഇപ്പച്ചി എപ്പോഴാന്ന് വെച്ചപ്പോഴാണ് ഞാൻ അന്തം വിട്ടിട്ട് ഞാൻ റൂമിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് വന്നത് കാണുന്നത്. അങ്ങനെ പിന്നെ വൈകുന്നേരം കാക്കു പറഞ്ഞു പത്തിരി ഉണ്ടാക്കുന്നാൽ, ചിക്കൻ കറി ഉണ്ട് പറഞ്ഞപ്പോൾ നൈക്ക് കുറച്ച് തേങ്ങ അരച്ച് പറഞ്ഞാൽ മതി, നമുക്ക് പത്തിരി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പണി കഴിയുന്ന ദിവസങ്ങളിൽ കാക്കു അങ്ങനെ വരും. അവിടെ പിന്നെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നേരത്തെ പണി കഴിഞ്ഞ ദിവസങ്ങളിൽ വരും. തലേ ദിവസമാണ് കേട്ടോ പോയിട്ടുള്ളത്. വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച പോയി ഞായറാഴ്ച വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാക്കു ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ പത്തിരിയുടെ മാവ് ഞാൻ എന്ത് ചെയ്തു, വാട്ടിയെടുത്തിട്ട് കാക്കുവിൻ്റെ അടുത്ത് കുഴക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഇതാ തേങ്ങ ആണ് കേട്ടോ ഇത് വറുത്തരച്ചിങ്ങാണ്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് വെളുത്തുള്ളി, വലിയ ജീരകം, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. ഞാനങ്ങനെ എപ്പോഴൊന്നും ചിക്കൻ കറി ഇങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും വെക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 ആൾക്ക് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു 8 ദിവസം ഉണ്ടാവും കൂട്ടാൻ. കുറച്ച് കറി ഇവരൊക്കെ ഒഴിക്കുള്ളൂ. ഇനി അത് എന്താ പറയുക വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റാൾ അവിടെ പത്തിരിക്കുള്ള മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഴക്കലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ബോൾസൊക്കെ ആക്കിങ്ങാണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് കണ്ടപ്പോൾ ഭയങ്കര ആക്ടിങ്ങിലായിരുന്നു കേട്ടോ. ഇനി ഞാനും കൂടെ കൂടിക്കൊടുത്തു. തേങ്ങ എന്തായാലും ചൂടാറാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങാണ്ട് അതൊന്ന് ഉരുളാക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടി വായി അവിടെ ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടിക്ക് എങ്ങനെയാ അറിയാം, കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് വരും, ഇതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചിങ്ങാണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കും. പിന്നെ അത് കുറച്ച് നേരം ഇരുന്ന് കാണും. പിന്നെ വന്നിട്ട് ചോദിച്ചും ഇതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഉരുട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂപ്പര് കയ്യാക്കി കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് പിന്നെ പ്രസ് ചെയ്ത് തന്നു, ഞാൻ പരത്താൻ നിന്നു. അതുപോലെ തന്നെ മൂപ്പര് ചുട്ടു. അങ്ങനെ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരിപ്പണി അത്ര വലിയ ടാസ്ക് ആയിട്ട് തോന്നാറില്ല അല്ലേ. ഇനിയിപ്പോൾ അതാ പത്തിരി സ്പീഡ് കൂട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. മൂപ്പര് കുഴച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിങ്ങാണ്ട് അങ്ങ് കുഴച്ചെടുത്തിക്കണ്. ഞാൻ പറഞ്ഞു ഒന്ന് കയ്യൊന്ന് ഒപ്പിയിട്ട് നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കയ്യൊന്ന് ഒപ്പിങ്ങാണ്ട് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ. മൂപ്പര് 2 കയ്യും നല്ലോണം അതിലൊന്ന് ഒപ്പിങ്ങാണ്ടൊക്കെയാണ് പത്തിരിക്ക് മാവ് കുഴച്ചിക്കണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആ കുഴച്ച സമയത്ത് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരി അങ്ങോട്ട് പരത്തിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങ് പരത്തിയെടുത്തതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കളിയാക്കാണ് കേട്ടോ. ഒരാൾ മറ്റേ ഇതിനുള്ള മാവ് ഈ പൊറോട്ട എന്ന് പറയുന്നത് പപ്സിന് മാവ് അയക്കണ മാതിരി പത്തിരിക്ക് മാവ് അയച്ചിക്കണത് നിങ്ങളേത് കുഴക്കാതെ തന്നെ തല്ലാ മതി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്
അങ്ങോട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് ഇതൊന്നും അല്ലായിരുന്നു പണി എന്ന് പറഞ്ഞങ്ങാണ്ട് എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു. അപ്പോൾ പത്തിരി കുഴക്കാൻ വയ്ക്കാത്തോലും തന്നെ ഇവിടെ പത്തിരി ചൂടാൻ പറയരുത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങാണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ പരത്തര സമയത്തും. പണി കഴിയണത് എങ്ങനെയെന്നുള്ളത് അറിയൂല കേട്ടോ. കാരണം രണ്ടാളും പാടെ കൂടിയിട്ടാണ് പണി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടും ഇതാക്കിയിട്ടും പാരയിച്ചിട്ടും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും പാടെ അങ്ങനെ പത്തിരിപ്പണി കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കൻ കറിക്കുള്ള തേങ്ങയും കൂടെ ഞാൻ വറുത്തരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ പത്തിരിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് തിന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അതുവരെ ആയിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസമായില്ലേ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. തീരെ ഒരു മൂഡ് ഉണ്ടാകുന്നില്ല കേട്ടോ. 2 ദിവസമായിട്ട് ആകെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെയാണ് മൈൻഡ് ഓക്കെ ആയാലേ എനിക്ക് വോയിസ് കൊടുക്കാൻ തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ചെങ്കിലും ഓക്കെ ആവണം കേട്ടോ. ഫുള്ളായിട്ട് ഓക്കെ ആയില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ഫോണ് ഓടുള്ളൂ എന്ന് അറിയില്ല. എന്ന പോലെ തന്നെയാണ് കുറച്ചെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വോയിസിൽ ആ ഒരു ശോകം ഫീൽ ചെയ്യും. അപ്പോൾ എനിക്കതിനോട് താല്പര്യമല്ല. നല്ല എന്താ പറയുക ബള എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു മടുപ്പില്ലാണ്ട് കാണാൻ വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് 2 ദിവസമായിട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് 2 ദിവസം വൈകിയത്. ഷോർട്സ് പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം മിനിയാന്നെങ്ങാണ്ട് രാവിലെ ഒരു ഷോർട്സ് ഇട്ടതാണ്. പിന്നെ ഷോർട്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യാം കേട്ടോ. ഷോർട്സെങ്കിലും ഞാൻ ഡെയിലി ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്സെങ്കിലും ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അവിടെ പത്തിരിക്ക് മാവ് കുഴച്ചത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നല്ലപോലെ ഒരതി തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വാൾട്ടയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് തുടച്ചെടുക്കാമെന്ന്. എല്ലാ കൗണ്ടർ ടോപ്പും തുടച്ച് ടേബിളും തുടച്ചിങ്ങാണ്ട് കിച്ചണിൽ നിന്നാണ് പോകുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. ഇനിയിപ്പോൾ എന്താ പണി? ഇനിയിപ്പോൾ അവനെ പ്രത്യേകിച്ച് പണിയെന്ന് പറയാനില്ല കേട്ടോ. കിച്ചണത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലക്കത്തിന് കുറച്ച് പത്തിരിയും കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അത് തികയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രാവിലെ നേരത്തെ കാക്കുനെ പറഞ്ഞേക്കേണ്ട അതൊന്നുമില്ലല്ലോ. നാളെ ലീവാണല്ലോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ. നാളെ പോകണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ തുടച്ചിട്ട് ആ ലൈറ്റ് ഓഫ് ആക്കണ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കും. ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കിടക്കണ നേരത്ത് അതങ്ങനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇതിങ്ങനെയും ഈ രാത്രി തുടച്ചെടുക്കുന്നത്. ഇനി രാവിലെ നീച്ചാൽ ഇവിടെ വീണ്ടും കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളതാണ് എന്നുള്ളതറിയാം. എന്നാൽ കൂടെ അത് വീണ്ടും ഒന്ന് തുടച്ചിതാക്കിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോവരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.